നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഒരു യൂണിഫിക്കേഷനാണ്, ഏകത്വം. നമ്മുടെ സ്കൂളിലെ അസംബ്ലീസിലൊക്കെ പറയാറുണ്ട്, നമ്മളെല്ലാവരും ഒന്നാണ്, സഹോദരന്മാരാണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്, നല്ല വാക്ക് ചൊല്ലണം, അതുപോലെ നല്ല ചിന്തകൾ ഉണ്ടാവണം. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളിലുണ്ട്. നമ്മുടെ നാഷണൽ ആന്തം രാജ്യത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വന്ദേ മാതരം നമ്മുടെ ഏകത്വത്തെക്കുറിച്ചിട്ട് നമുക്ക് ബോധം നൽകാനുള്ളതാണ്. നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ ഏകത്വ ബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പല സബ്ജക്ട്സും നമ്മൾ പഠിക്കുന്നു, നല്ല മാർക്ക് കിട്ടണം, മാർക്ക് കിട്ടണതിന് മാത്രം പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം, അത് മാത്രമാണോ ഇപ്പോൾ ഉള്ളത്? ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്തോറും ഏകത്വമാണോ വരുന്നത് അതോ ഡിവിസീവ്നെസ് ആണോ വരുന്നത്? ഏകത്വം വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ലോകം വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു സ്ഥലമായി മാറിയേനെ. ഇവിടെ യുദ്ധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്വാറൽസ് കുറഞ്ഞ് 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 വരണം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ കുറച്ച് ഇൻട്രോസ്പെക്ഷൻ ചെയ്തിട്ട് ഏകത്വ ബോധം കൊണ്ടുവരുന്ന രീതിയിൽ ആക്കണം എന്നുള്ളതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ആ യൂണിഫിക്കേഷൻ, മാത്സ് പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ, കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ താളമാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ട്. നമ്മുടെ ഓരോ സെല്ലിനും അതിൻ്റെ താളമുണ്ട്. അതിനൊരു ജനന മരണ ചക്രമുണ്ട്. പ്രകൃതിക്ക് അതിൻ്റെ താളമുണ്ട്. സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിൻ്റെയും താളം, ഋതുക്കളുടെ താളം. അതുപോലെ തന്നെ നമ്മൾ മരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ തമ്മിലുള്ള ദൂരത്തിൽ ഉള്ള ആ ഒരു കോൺസ്റ്റൻസി, എല്ലാ ഇലകൾക്കും
സൺഷൈൻ ലഭിക്കുന്നു. മത്തൻ കുത്തിയ കുമ്പളം ഉണ്ടാവില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മത്തൻ്റെ വിത്ത് കുത്തിയ കുമ്പളം ഉണ്ടാവില്ല, മത്തൻ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യക്കുട്ടികൾ തന്നെ ജനിക്കുന്നു. ഒരേ രൂപത്തിലുള്ള, ഒരേ രീതിയിലുള്ള കണ്ണുകളും ചെവികളും ശരീരമുള്ള. അതുകൊണ്ടാണ് ഇവിടെ മെഡിക്കൽ പ്രാക്ടീസ് തന്നെ പറ്റുന്നത്. കാരണം ഇവിടെ ഒരു താളമുണ്ട്. ഓരോ കുട്ടിയും വേറെ വേറെ തരത്തിലാണ് ഇങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുക. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ, നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോ ഒരു താളമുണ്ട്. ബ്ലഡ് പ്രഷർ അത് ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു താളമുണ്ട്. റെസ്പിറേഷൻ ഒരു താളമുണ്ട്. ഹൃദയമിടിപ്പിനൊരു താളമുണ്ട്. നെർവസ് ഇമ്പൾസസിനൊരു താളമുണ്ട്. എല്ലാത്തിനും താളമുണ്ട്. നമ്മൾ ഇവിടെ ഈ താളത്തിലൂടെ നമ്മൾ കണക്റ്റഡ് ആവേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ആ ഏകീകൃതമായിട്ടുള്ള ഋതത്തിലേക്കാണ്. ഇതാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ മ്യൂസിക് ക്ലാസ് ഉണ്ട്. ഈ ഋതം ജീവിതത്തിൽ കൊണ്ടുവരാനാണ് മ്യൂസിക് ക്ലാസ്. മ്യൂസിക് നമ്മളറിയാതെ പ്രപഞ്ചത്തിൻ്റെ ഋതത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് നല്ലതാണ്. ത്യാഗരാജ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, സംഗീതം ഭക്തി ഉളവാക്കാനുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ആ പ്രപഞ്ചത്തിൻ്റെ താളത്തിൻ്റെ, നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്ന ഈശ്വരൻ, സൃഷ്ടാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതൊരു ചർച്ചാ വിഷയം തന്നെയല്ല. ശരിക്കും നമ്മളെ ആ താളമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തർക്കിക്കുന്നത്. ഈശ്വരൻ ഉണ്ടോ, ഈശ്വരൻ ഇല്ലേ, ഏത് തരത്തിലെ ഈശ്വരനാണ് എന്നുള്ള തർക്കമാണ്. ശരിക്കും ആ തർക്കത്തിലൊരു മീനിങ് തന്നെ ഇല്ല. നമ്മൾ ആ താളത്തെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യുക, അബ്സല്യൂട്ടിനെ എക്സ്പ്രസ് ചെയ്യുക, സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ താഴെ നിന്നിട്ട് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഫിസിക്സിലൂടെ പോകുമ്പോൾ, കെമിസ്ട്രിയിലൂടെ പോകുമ്പോൾ, മോഡേൺ മെഡിസിനിലൂടെ പോകുമ്പോൾ, ആയുർവേദത്തിലൂടെ പോകുമ്പോൾ എല്ലാം ഡിഫറൻസസ് ഉണ്ട്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. ഇതെല്ലാം കാണിക്കുന്നത് അടിയിലൊരു താളമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ തന്നെ സാധിക്കുന്നത്. നമുക്കൊരു ജീവനുണ്ട്. ആ ജീവനിലോട്ടാണ് സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. അപ്പോൾ ആ ജീവനിലേക്ക് കണക്ട് ചെയ്യാനും, എല്ലാ ജീവനും ഒരുപോലെ തന്നെയാണ്, ഒരേ ശക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫിസിക്സിൽ ഇപ്പോൾ പഠിക്കുന്ന സിംഗുലാരിറ്റി, പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവമായിട്ടുള്ള സിംഗുലാരിറ്റി, അത് പഠിക്കുകയല്ല, അത് എക്സ്പ്രസ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിജി മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുക്രിസ്തുവിന് ശേഷം, ബുദ്ധന് ശേഷം ഇത്രയും ലാർജ് സ്കെയിലിൽ കമ്പാഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു വ്യക്തിത്വം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ വീടുകളിലോ ആശ്രമങ്ങളിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജീവിതത്തിലുടനീളം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സഹജമാർഗം ഈ ഒരു കാര്യം നമുക്ക് ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നു. സഹജമാർഗത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? നമുക്ക് ഈ താളാത്മകത ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ആ ഒറിജിനൽ ഫ്ലോ നൽകുന്ന ഒരു ഗുരുനാഥൻ നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ദാജി. ആ ഫ്ലോയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ആ ഫ്ലോ നിലനിർത്തിക്കൊണ്ട് തന്നെ എക്സ്പ്രഷനിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സഹജമാർഗത്തിലൊരു മാക്സിം പറയുന്നത്, മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക എന്നാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ ആ സിംഗുലാരിറ്റി കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഈശ്വരീയത, സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി, അത് എക്സ്പ്രസ് ചെയ്യണം, സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആർക്കും ഒരു സംശയം ഇല്ലാണ്ടാവും. ശരിയാണ്, ഒരു ഏകത്വം ഉണ്ട്. കാരണം എല്ലാവരും പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ ഹാർമോണിയസായി ജീവിക്കുന്നു. അവർക്കും ഇതുപോലെ ആവാനുള്ളൊരു അറിയാത്തൊരു ക്രേവിങ് ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കാണുമ്പോൾ അതുപോലെ ആവാനുള്ളൊരു ക്രേവിങ് ഉണ്ടാവും. ഇത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ശരിക്കും ഈശ്വരൻ ഭൂമിയിൽ നടക്കുന്ന പോലെ ഉള്ള ഒരു രീതിയിൽ മനുഷ്യരാശി മാറണം. അത് മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മാസ്റ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾ ആവണമെന്ന് പറഞ്ഞു. നമ്മൾ എത്തിച്ചേരുന്നൊരു കാര്യമില്ല, ഹൃദയം നിറഞ്ഞ് സ്നേഹം നിറഞ്ഞ് നമ്മൾ ജീവിതത്തിൽ അത് കാണിക്കണം. അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നതിന് മീനിങ് ഇല്ല. അപ്പോൾ ക്യാരക്ടറിൽ ഇത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതുകൊണ്ട് തന്നെ
ഒരിക്കലും ഈ ഒരു തത്വം എക്സ്പ്രസ് ചെയ്യാൻ മടിക്കരുത്. ഇത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രെയിൻഡ് ആവണം. അടുത്ത സെഷൻസിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.